മൊമെൻറ്റ്സ് എപ്പോഴും വാല്യുബിളാണ്. വളരെ വാല്യുബിളായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് ചിത്രങ്ങളായി പകർത്തി വിഷ്വലായി പകർത്തി സൂക്ഷിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ സ്വപ്നങ്ങളിൽ, അവൻ്റെ ആഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കുട്ടിക്കാലത്തുള്ള നിമിഷങ്ങൾ, വളർന്നു വരുന്ന കൗമാര കാലഘട്ടത്തിലുള്ള നിമിഷങ്ങൾ, യൗവന കാലഘട്ടത്തിലുള്ള നിമിഷങ്ങൾ, വാർദ്ധക്യ കാലഘട്ടത്തിലുള്ള നിമിഷങ്ങൾ, ഇതിനിടയിൽ വരുന്ന സന്തോഷവും സങ്കടവും നിറഞ്ഞ നിരവധി നിമിഷങ്ങൾ എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഷ്യസാണ്, വാല്യുബിളാണ്. അതുകൊണ്ട് തന്നെ ഈ നിമിഷങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന്, അതായത് ചിത്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള, ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ എന്നും നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ക്യാമറകളുടെ ഒരു ലോകം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ഈ ഒരു ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ്. ക്യാമറകൾ നമുക്ക് സമ്മാനിച്ചിരുന്ന സാധ്യതകൾ ഇന്ന് വളരെ വിശാലവുമാണ്, അല്ലേ? ഫിലിം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് നമ്മൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ ലോകത്തേക്ക് മാറ്റപ്പെട്ടു. അത് തന്നെ വളരെ വളരെ വിശാലമായ തലത്തിലേക്ക് അതിൻ്റെ സാങ്കേതികത്വത്തെ മാറ്റുന്നതിന് ഓരോ ദിവസവും കമ്പനികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അത് പാഷനേറ്റ് ആയിട്ട് ഫോട്ടോഗ്രാഫിയെ കാണാൻ കഴിയുന്ന ആൾക്കാർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണെന്ന് പറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്, ടെക്നോളജി മാത്രമല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇവിടെ വിജയിക്കാൻ കഴിയൂ. ടെക്നോളജിക്കൽ നോഹൗ വളരെയധികം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അയാളുടെ ആ ഒരു ഫോട്ടോഗ്രാഫി ആയി ബന്ധപ്പെട്ട സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ടെക്നോളജി മാത്രമല്ല അതിൻ്റെ സയൻറ്റിഫിക്, ഫോർ എക്സാമ്പിൾ കളർ കോമ്പിനേഷൻ, അതുപോലെ തന്നെ ലൈറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ബ്ലെൻഡ് ചെയ്യപ്പെടുന്നിടത്താണ് ഒരു നല്ല ഫോട്ടോഗ്രാഫർ ഉണ്ടാവുക. ക്ഷമയോടുകൂടെ മൊമെൻറ്റ്സിന് വേണ്ടി കാത്തിരിക്കാനും കൃത്യമായിട്ട് ആ സമയത്ത് നമ്മുടെ കൈകളെയും മനസ്സിനെയും കണ്ണിനെയും കൈകളെയും ശരീരത്തെയും ഒക്കെ ചലിപ്പിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫോട്ടോഗ്രാഫി പകർത്താനായിട്ട്, ആ മൊമെൻറ്റ്സിനെ ക്യാമറയിൽ പകർത്താനായിട്ടുള്ള ഒരാളുടെ കഴിവ്, ആ കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾ പലപ്പോഴും ഫോട്ടോ കണ്ടിട്ടാണ് ആ മേഖലയിലേക്ക് പോവുക. ക്യാമറയുടെ ലെൻസുകൾ, അതുപോലെ തന്നെ ലൈറ്റിംഗ്, നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെറൈൻ, അതുപോലെ തന്നെ കാലാവസ്ഥ, ക്ലൈമറ്റ്, അതുകൂടാതെ ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ പ്രത്യേകതകൾ, ആ മേക്കപ്പ്, എല്ലാം എവറിത്തിങ് ഇതിനകത്ത് കൺസിഡർ ചെയ്യപ്പെടുന്നതാണ്. ഐ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഷട്ടർ സ്പീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇതേക്കുറിച്ചൊക്കെയുള്ള ടെക്നിക്കൽ നോഹൗ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഒരു വശത്ത്. അതേപോലെ തന്നെ ലൈറ്റിംഗ്, ഏത് സമയത്ത് ഫോട്ടോ എടുത്താലായിരിക്കും കൂടുതൽ മികവാർന്ന ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുക എന്നുള്ളത് മറ്റൊരു വശം. അപ്പോൾ അങ്ങനെ വളരെ ഭംഗിയായിട്ട് വളരെ ക്ഷമയോടുകൂടെ സമീപിക്കേണ്ട ഒരു തൊഴിൽ മേഖലയാണ് ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫിയെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോഗ്രാഫിയുടെ ഒരു മേഖല നമുക്ക് സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന മൂവികൾ ചിത്രീകരിക്കപ്പെടുന്ന ഒരു മേഖല നമ്മുടെ മുമ്പിലുണ്ട്. നിശ്ചല ഛായാചിത്രങ്ങൾ പതിപ്പിക്കുന്ന ഒരു മേഖല രണ്ടാമത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ നമുക്ക് വീണ്ടും അവാന്തര വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയെ തന്നെ നമുക്കിപ്പോൾ സേവ് ദ ഡേറ്റ് ഫോട്ടോഗ്രാഫി, അങ്ങനെയൊക്കെ വിവിധ മേഖലകളായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യപ്പെടുന്ന ഒരു ലോകം. പുതിയ പുതിയ മാർക്കറ്റുകൾ ഓപ്പണായി കിട്ടുകയാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന മേഖലയിൽ നമുക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല അപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി, അതായത് മോഡലിംഗ്, അങ്ങനെയുള്ള മേഖലകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ. രണ്ടിനും രണ്ട് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. മീഡിയ ഫോട്ടോഗ്രാഫി ഉണ്ട്, പ്രസ് ഫോട്ടോഗ്രാഫി. അവിടെ വളരെ കുറേ കൂടെ മറ്റൊരു തരത്തിലുള്ള ക്വാളിറ്റീസും സ്കിൽസുമായിരിക്കും കുട്ടികൾക്ക് ആവശ്യമായിട്ട്, അന്വേഷണാത്മക ത്വര ഉള്ള ഒരാൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മൊമെൻറ്റിൽ എന്താണ് എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ആ ഒരു ഐഡിയ, ഇപ്പോൾ ഒരു ലാത്തി ചാർജ് കവർ ചെയ്യാൻ പോയിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് അടി വീഴുക, ഫസ്റ്റ് അടി അയാൾക്ക് ചിത്രീകരിക്കാൻ കഴിയുന്നിടത്താണ് ആ ഫോട്ടോഗ്രാഫർ യഥാർത്ഥത്തിൽ സക്സസ് ആവുന്നത്. ആ മൊമെൻറ്റ് സൃഷ്ടിക്കപ്പെടുന്ന സെയിം സെക്കൻഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്യപ്പെടാനുള്ള കഴിവ് അയാൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ റിസർച്ച് മേഖലകളിൽ, അതുകൂടാതെ ഫോറൻസിക് മേഖലകളിൽ, അങ്ങനെ നിരവധിയായിട്ടുള്ള മേഖലകൾ ഒരു വശത്ത് നിൽക്കുന്നു. പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ഇവിടെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ്. ഇനി രണ്ടാമത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എൻ്റർലി ഡിഫറൻ്റ് ആണ്. ഫോട്ടോഗ്രാഫിയുടെ ടെക്നിക്കൽ നോഹൗവിന് ഒപ്പം തന്നെ ഒരു നല്ല നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ള
പക്ഷിമൃഗാദികളെക്കുറിച്ചോ നല്ല നോഹവ് ഉള്ള ഒരാളായിരിക്കണം. കാരണം ഇപ്പോൾ പുലിയുടെ ഏറ്റവും അടുത്ത് പോയി നമുക്ക് വളരെ മാക്സിമം അടുത്ത് പോയിട്ട് നമുക്ക് പടം എടുക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? പുലിയുടെ പ്രതികരണങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ടാകും. അതിൻ്റെ വാല് ഇളക്കുന്നതിലൂടെ, അതിൻ്റെ ചലനത്തിലൂടെയാണ് അത് പ്രൊവോക്ഡ് ആകുന്നോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ അതേക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. കിളികളും മറ്റുമൊക്കെ വളരെ വെളുപ്പാങ്കാലത്ത് തന്നെ ഉണരുകയും അത് ഇര തേടി പോവുകയും ചെയ്യും. അപ്പോൾ അതിനെ നമുക്ക് ബേർഡ് വാച്ചിങ് ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ ഏർലി മോർണിംഗിലോ അല്ലെങ്കിൽ വളരെ വൈകുന്നേരമോ നമ്മൾ പക്ഷികളെ തേടി പോകേണ്ടി വരും. മൃഗങ്ങളെ പലപ്പോഴും നമുക്ക് ലഭ്യമാകുന്നത് രാത്രിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അവിടെ അറിഞ്ഞാൽ മാത്രമേ നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വെള്ളത്തിനടിയിൽ ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുന്ന മേഖലകളുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട പരിശീലനം ആവശ്യമായിട്ട് വരും. ഇപ്പോൾ നീന്തലിൽ പരിശീലനം ഉണ്ടായിരിക്കണം, ഫസ്റ്റ് എയ്ഡിൽ പരിശീലനം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇതുകൂടാതെ നമ്മളിപ്പോൾ മെഡിക്കൽ രംഗത്ത് മെഡിക്കൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന മേഖല നമുക്ക് കാണാൻ കഴിയും. അല്ലെ, ഇപ്പോൾ അത് തന്നെ ടെക്നിക്കലി വളരെ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ശരീരത്തിനുള്ളിലെ ചിത്രങ്ങൾ എടുക്കുന്ന ഈ എൻഡോസ്കോപ്പി എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ ആ ഒരു പരിധിയിൽ ഒരു മേഖല നമുക്ക് അപ്പുറത്ത് ഒരു മെഡിക്കൽ മേഖലയിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ വളരെ വിശാലമായ ഒരു മേഖല നമുക്ക് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ തന്നെ കാണാൻ സാധിക്കും. ഇനി അപ്പുറത്ത് ഈ മറ്റു തലങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക്, അതായത് മൂവി എന്ന് പറയുന്ന ഒരു മേഖല, സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ഒരു മേഖല എടുക്കുമ്പോഴത്തേക്ക് അവിടെ കുറച്ചുകൂടെ വിശാലമാണ്. അവിടെ ക്രിയേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ നാച്ചുറലിസ്റ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്കില്ലാണ് അവിടെ അപ്ലൈ ചെയ്യപ്പെടുക. അല്ലെ, ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ട് ആ സെറ്റിനെ വളരെ ഒറിജിനലായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. അവിടെ ഫോട്ടോഗ്രാഫിയുടെ എൻ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അവിടെ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ ഈ ഒരു മേഖലകളിലെ സാധ്യതകളെ, ഇനി വാന നിരീക്ഷണ രംഗത്ത് അതുപോലെ നിരവധിയായ മേഖലകളിൽ മൈക്രോ ലെൻസുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ മാക്രോ ലെൻസുകൾ ഉപയോഗിച്ചും ഒക്കെ ഫോട്ടോ എടുക്കേണ്ട, ടെലിസ്കോപ്പിക് ലെൻസുകളും ഒക്കെ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കേണ്ട മേഖലകളും സാധ്യതകളും ഒക്കെ നമ്മുടെ ചുറ്റിലുമുണ്ടാകും. ആ സാധ്യതകളെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒക്കെ നമുക്ക് ഫോട്ടോഗ്രാഫി ഇന്ന് വലിയ തോതിൽ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെ ഒരു തൊഴിൽ മേഖലയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് നമുക്ക് പ്രൊഫഷണലായിട്ട് വേണമെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. TV ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും റിസർച്ച് ഓർഗനൈസേഷനുകളിലും പോലീസ് സേനയിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ തൊഴിൽ സാധ്യതകൾ നമുക്ക് ഒരു വശത്തുണ്ട്. തൊട്ടപ്പുറത്ത് രണ്ടാമത് വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള എക്സ്കവേഷൻസ് ഒക്കെ നടക്കുന്ന മേഖലകൾ, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ എക്സ്കവേഷൻസ് ഒക്കെ സെക്കൻഡ് ടു സെക്കൻഡ് ക്യാമറയിൽ പകർത്തിക്കൊണ്ടായിരിക്കും പോവുക. അപ്പോൾ ആ ഒരു മേഖലയിൽ നമുക്ക് തൊഴിൽ സാധ്യതകളുണ്ട്. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ട്രീറ്റ്മെൻറ്റിന് അപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കൊരു ഈ ചികിത്സാ വിഭാഗവുമായി ബന്ധപ്പെട്ട നിരവധി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പുതിയ ഹൃദയ വാൽവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ ഹൃദയ വാൽവ് ക്രിയേറ്റ് ചെയ്തപ്പെട്ടപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ അല്ലെങ്കിൽ ഫോട്ടോയിൽ എടുത്തിട്ടാണ് അതിൻ്റെ പോരായ്മകളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും അനലൈസ് ചെയ്യപ്പെടുക. അപ്പോൾ അതിന് വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ചന്ദ്രനിലേക്ക് ഒരു പേടകം അയക്കുമ്പോൾ അതിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫോട്ടോഗ്രാഫി തന്നെയാണ്. അപ്പോൾ മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ വിമാനങ്ങളിലോ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളിലോ സാറ്റലൈറ്റുകളിലോ അതുമല്ലെങ്കിൽ ഡ്രോണുകളിലോ നിന്നുകൊണ്ട് താഴെയുള്ള ഫോട്ടോഗ്രാഫി എടുത്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണം ഉൾപ്പെടെയുള്ള മേഖലകൾ അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുക. അപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ വളരെ 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 വൈഡായിട്ടുള്ള ഒരു റേഞ്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സാധ്യതകളെ നമുക്ക് പഠന മേഖലയിലേക്ക് പരിഗണിക്കുമ്പോഴത്തേക്കും നമുക്കതിന് ഫോട്ടോഗ്രാഫിയിൽ ഡിഗ്രി പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് ഡിപ്ലോമ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അതുകൂടാതെ ഏതെങ്കിലും ഒരു നല്ല ഫോട്ടോഗ്രാഫറുടെ കൂടെ പോയി നമുക്ക് ട്രെയിനിങ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ അത് കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും അവിടെ ലഭിക്കുക, പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അപ്പോൾ ഇതിൽ ഏതാണോ നമ്മൾക്ക് ആവശ്യമെന്ന് കരുതിയിട്ട് ആ രീതിയിലൊരു പഠന മേഖലയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ മീഡിയയും അതുപോലെ തന്നെ കെൽട്രോണും അതുപോലെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ, നോളജ് ഇക്കോണമിയും ഒക്കെ ഈ രംഗത്ത് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. വിവിധ സർവകലാശാലകളിൽ ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട് സിനിമാറ്റോഗ്രാഫിയുമായി
ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഡിഗ്രി പ്രോഗ്രാമുകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നിറങ്ങളുടെ ചിത്രങ്ങളുടെ ഒരു ലോകത്തേക്ക് നമുക്ക് സന്തോഷപൂർവ്വം കടന്നുചെല്ലാം. ഓർമ്മകളെ മനസ്സിൽ സൂക്ഷിക്കാവുന്ന തരത്തിൽ ചിത്രങ്ങളാക്കി പതിപ്പിച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളെ നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്നു എന്നുള്ള സംതൃപ്തിയോടുകൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഫോട്ടോഗ്രാഫിയുടെ ഒരു വലിയ ലോകത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രവേശിക്കാൻ അവസരങ്ങൾ ധാരാളമാണ്.